നട്ടുച്ച നേരം പെട്ടെന്ന് ഇരുട്ടുകൊണ്ട് മൂടുന്നു. പിന്നാലെ പേമാരിയും കൊടുങ്കാറ്റും നിലക്കാതെയുള്ള ഇടിമിന്നലും ഭൂമിയൊട്ടാകെ. ഭൂമിയിലെ കടലുകളെല്ലാം തന്നെ പ്രക്ഷോഭിക്കുന്നു. സുനാമി തിരമാലകൾ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി നിർജീവമായിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. ഇതിനോടൊപ്പം തന്നെ ഭൂമി അതിരൂക്ഷമായി പ്രകമ്പനം കൊള്ളുന്നു. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമി തീർച്ചയായിട്ടും ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഒരു നാൾ എന്തായാലും എത്തിച്ചേരും. അതിനെയാണ് നമ്മൾ ലോകാവസാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് നമ്മൾക്ക് നേരത്തെ ഒരു സൂചന കിട്ടുകയാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഓടി രക്ഷപ്പെടാൻ പോകുന്നത്? അപ്പോൾ ഒരു പുതിയ ഗ്രഹം, ഭൂമിയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന, ഭൂമിക്ക് സമാനമായിട്ടുള്ള ജീവൻ നിലനിർത്താൻ ശേഷിയുള്ള ഒരു ഗ്രഹം കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ, അതും നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത്. ഞാൻ താഴെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഭൂമിക്ക് ശേഷം ഏതൊക്കെ ഗ്രഹങ്ങൾ, ഒരു 3 ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രഹങ്ങളിൽ നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കയറി ഒന്ന് കണ്ടു നോക്കുക.